നമസ്കാരം. മുൻ MLA PV അൻവർ, നമ്മുടെ പ്രിയപ്പെട്ട അൻവറിക്ക എങ്ങനെ ഇത്രയും വോട്ട് പിടിച്ചു? ഈ ചോദ്യമാണ് ഇന്നലെ ഏതാണ്ട് ഉച്ച മുതൽ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം നിലമ്പൂരിൽ നിന്നും കേരളത്തിന്റെ പല കോണുകളിൽ നിന്നും ഉയരുന്നത്. ശരിക്കും അൻവറിന് ഇത്രയും ജനപിന്തുണയുണ്ടോ? ഏതാണ്ട് 19,760 എന്നൊരു കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 20,000 എന്ന് നമുക്ക് കൂട്ടാം. ഈ 20,000 നിലമ്പൂർ നിവാസികളുടെ പിന്തുണ അൻവറിന് ഉണ്ടോ? അതിനുവേണ്ടി അൻവർ അവിടെ എന്താണ് ചെയ്തത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ പലരും ഉന്നയിക്കുന്നുണ്ട്. അൻവർ പറയുന്നത് പോലെ 35,000 വോട്ട് വാങ്ങി ഞാൻ നിയമസഭയിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞത് വെറും തള്ളാണെന്ന് അന്ന് കേട്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി. പിന്നെ ഇന്നലെയും ഇതിനെ ചില ന്യായീകരണങ്ങളുമായി എത്തിയിട്ടുണ്ട്. അവരുടെ വോട്ട് ഇവർക്ക് കുത്തി, ഇവരുടെ വോട്ട് അവർക്ക് കുത്തി, അങ്ങനെ എനിക്ക് വോട്ട് കുറഞ്ഞു എന്നൊക്കെയുള്ള ഡയലോഗുകൾ അടിക്കുന്നുണ്ട്. ഇനി മരുമോനിസത്തിനെതിരെ, ഇപ്പൊ പിണറായിസത്തിനും സതീശനിസത്തിനും എതിരെയായിരുന്നു ഇലക്ഷന് മുമ്പ് അൻവർക്ക് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഇനി മരുമോനിസത്തിന് എതിരെ, അതായത് മരുമോൻ മന്ത്രി PA മുഹമ്മദ് റിയാസ് അദ്ദേഹത്തെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എം സ്വരാജിനെ നിലമ്പൂരിൽ നിർത്തി തോൽപ്പിച്ചത് എന്നൊക്കെയാണ് ചില വാദങ്ങൾ ഉന്നയിക്കുന്നത്. അൻവർക്ക് നേരിട്ട് അങ്ങനെ പറഞ്ഞില്ല, പരോക്ഷമായി ചില സൂചനകൾ നൽകി എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി വന്നത് ആര്യാടൻ ഷൗക്കത്തിന് കിട്ടേണ്ട ഏതാണ്ട് ഒരു 10,000-ഓളം വോട്ട് അൻവറിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കാക്കുന്നത്. അത് എവിടുന്ന് വന്നു എന്നുള്ളതാണ് ചോദ്യം ഉയരുന്നത്. വേറെ ആരുടെയുമല്ല, സുഡാപ്പികളുടെ വോട്ട്, അതായത് SDP-കാരുടെ വോട്ട്, ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വോട്ട്, അതായത് മത തീവ്ര സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും ഒക്കെ തന്നെ വോട്ടാണ് കറങ്ങിത്തിരിഞ്ഞ PV അൻവറിന് വന്നിരിക്കുന്നത്. അതൊന്നും ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് A ജയശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകനൊക്കെ അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഒരിക്കലും ആര്യാടൻ ഷൗക്കത്തിനെ പോലെ ഒരു മിതവാദിയായ ഒരു കോൺഗ്രസ്സുകാരന് അല്ലെങ്കിൽ മിതവാദിയായ ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ മകന് കിട്ടാനുള്ള സാധ്യതയില്ല. അത് തീർച്ചയായിട്ടും അത് M സ്വരാജിന് പോകാനുള്ള സാധ്യതയുമില്ല. അപ്പം അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് അത് PV അൻവറിൽ എത്തിയതാണ്. അല്ലാതെ ഇത് അൻവറിന്റെ ജനപിന്തുണയെ കണക്കാക്കാനാകില്ല എന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിലേക്കാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ചെന്ന് എത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിനൊന്നും കാരണമാകില്ല. ഏതാണ്ട് 11,077 വോട്ടിന്റെ ഭൂരിപക്ഷം, അത് തരക്കേടില്ലാത്ത ഒരു ഭൂരിപക്ഷമാണ്. ഒരു 12,000 വോട്ട് അല്ലെങ്കിൽ 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഇദ്ദേഹത്തിന് ഉണ്ടാവും എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളും ഒക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. ഒരു 8 മാസമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് നിയമസഭാംഗമായി ഇരിക്കാനായിട്ട്. അദ്ദേഹത്തിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ. നിലമ്പൂരിലെ ആ ഒരു പ്രത്യേക രാഷ്ട്രീയ, സാമുദായിക, മത കാലാവസ്ഥ കൃത്യമായി തന്നെ വെളിപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്നത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. പ്രത്യേകിച്ചും ഈ സുഡാപ്പികൾ, ഇപ്പം SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ പിന്തുണ UDF-നാണ് എന്ന് പറയുമെങ്കിലും തീർച്ചയായിട്ടും അവരൊന്നും സമ്പൂർണ്ണമായി UDF-നെ പിന്തുണച്ചില്ല എന്ന് വേണം പറയാൻ. ഇവരൊക്കെ നമ്മുടെ PV അൻവറിക്ക് വോട്ട് ചെയ്തു. മുസ്ലിം ലീഗിലെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ഷൗക്കത്തിനോട് എതിര് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ അൻവറിനായിരിക്കും വോട്ട് ചെയ്യുന്നത്. കാരണം അവരൊന്നും സ്വരാജിന് എന്തായാലും വോട്ട് ചെയ്യില്ല. മാത്രമല്ല BJP ഭേദപ്പെട്ട പ്രകടനമാണ് നടത്തിയത്. അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, അദ്ദേഹം ഇലക്ഷന് ശേഷം ചില വാദമുഖങ്ങളൊക്കെ ഉന്നയിച്ചു. അദ്ദേഹം കേരള കോൺഗ്രസിൽ നിന്ന് BJP-യിൽ എത്തിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന് BJP-യെ പറ്റി പഠിക്കാനും BJP-യുടെ ജനാധിപത്യ വ്യവസ്ഥയെ കുറിച്ച് അറിയാനും കുറച്ച് സമയം നമുക്ക് കൊടുക്കാം. അദ്ദേഹവും നല്ല പ്രകടനം തരക്കേടില്ലാതെ കാഴ്ചവെച്ചു. എന്തായാലും ആര്യാടൻ ഷൗക്കത്തിന് അഭിനന്ദനങ്ങൾ. PV അൻവർ ഇങ്ങനെയാണ് വോട്ട് പിടിച്ചത്. 19,760 എന്നത് ഒരു നല്ല സംഖ്യ തന്നെയാണ്. അതിൽ ഇത്രയും വോട്ട് നേടിയതിൽ ശ്രീ PV അൻവറിനെ അഭിനന്ദിക്കുന്നു. തുടർന്നുള്ള രാഷ്ട്രീയ ജീവിതം പിണറായിസത്തിനും മരുമോനിസത്തിനും സതീശനിസത്തിനും ഒക്കെ എതിരായ അങ്ങയുടെ പോരാട്ടം തുടരട്ടെ, അതിന് വലിയ ജനപിന്തുണ കിട്ടട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്യും.